സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ വീണ്ടും പോയി തുടങ്ങി. നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണം. എന്ത് ഒക്കേഷൻ ആണെങ്കിലും പുറത്തുനിന്നൊക്കെ ഗിഫ്റ്റ് മേടിക്കുന്നതിലും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റുകളാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന സമയവും ക്രിയേറ്റിവിറ്റിയും അതിനെ വെല്ലാൻ നമ്മൾ ഇനി എത്ര പൈസ കൊടുത്ത് മേടിച്ച ഗിഫ്റ്റിനും സാധിക്കില്ല. പണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെട്ടിക്കൂട്ടിയ കളർ പേപ്പറുകളുടെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞാൻ ഇതുപോലെ ഓരോ ബലൂണുകൾ ഇങ്ങനെ വെട്ടിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ കയ്യിൽ എത്ര കളർ പേപ്പർ ഉണ്ടോ അത്രയും ബലൂൺ നമുക്ക് വെട്ടിയെടുക്കാം. ആദ്യം തന്നെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു A3 ഷീറ്റിൽ നിന്ന് ഒരു കാർഡ് വെട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഐവറി ചാർട്ടിൽ നിന്ന് വെട്ടിയെടുക്കാം. അതാകുമ്പോൾ കുറച്ചുകൂടെ ലാഭമാണ്. എന്നിട്ട് നമുക്ക് ഈ ബലൂണുകളെല്ലാം കൂടെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് മാത്രം പശ വെച്ച് ഒട്ടിക്കാം. ഇനി കളർ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് പേപ്പറിൽ കളർ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ മാഗസിനിലൊക്കെ നല്ല ഗ്ലേസിംഗ് ഉള്ള പേപ്പർ വരും, അതിൽ കളറുള്ള പോർഷൻ നോക്കി വെട്ടിയെടുത്താലും മതി. ഇനി നമുക്ക് ബലൂൺ ആയതുകൊണ്ട് അതിന് സ്ട്രിങ് എന്തായാലും വേണം. ഞാൻ കുറച്ച് നൂലുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതുപോലെ വെച്ച് നോക്കി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. ആദ്യം ഞാൻ വളച്ച് വെക്കാമെന്ന് നോക്കി, പിന്നെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുമ്പോൾ അതിനൊരു പ്രൊഫഷണൽ ലുക്ക് വരുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കത് ഒട്ടിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ നൂല് ഫുൾ അങ്ങോട്ട് പശ തേച്ച് കൊടുക്കുക. ആദ്യം ഇതുപോലെ അളവെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയിപ്പോവും. പിന്നെ ഇതിനകത്ത് പെട്ടെന്ന് ഒട്ടുന്ന ഒരു മെറ്റീരിയലാണ്, അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും, പിന്നെ ഇളക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ നൂല് ഫുള്ള് ഗ്ലൂ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വെച്ച് അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ കൈയൊന്നാക്കി കഴിഞ്ഞാൽ അപ്പോഴും ഒട്ടിക്കോളും. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയൊരു അബദ്ധം മനസ്സിലാവും. നൂല് മാത്രമേ വെച്ചുള്ളൂ, അത് കെട്ടിയിട്ടില്ല. ആ സത്യം ഡാഡി മമ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇനി ആ ബലൂൺസ് ഒക്കെ ഒന്ന് എറിച്ച് നിൽക്കാൻ വേണ്ടി ഇതുപോലെ നമ്മൾ ഡോട്ട് അല്ലല്ലോ, നമ്മളിങ്ങനെ വിട്ട് ലൈൻസ് വരച്ചു കൊടുത്ത് കണ്ടോ. നമുക്ക് ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ എങ്ങനെയാണെന്ന് കൊടുക്കാം. അപ്പോൾ ഒക്കേഷൻ അനുസരിച്ച് താഴെ നമ്മൾ ഹാപ്പി ആനിവേഴ്സറി ഓർ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ബർത്ത്ഡേ ആണ് എഴുതുന്നത്. ആദ്യം പെൻസിൽ വെച്ച് ട്രയൽ ചെയ്തിട്ട് മാത്രമേ അത് ഫെയർ ആയിട്ട് എഴുതാൻ പാടുള്ളൂ കേട്ടോ. എൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ടൊന്ന് ചരിഞ്ഞോന്നൊരു സംശയം. ബാക്ക് സൈഡിൽ നമ്മുടെ വിഷ് എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടേക്കാണ്. താണ്ട് ഇതുപോലെ ഡോട്ട് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഡി മമ്മിയുടെ ഒപ്പീനിയൻ അനുസരിച്ച് ഞാൻ കെട്ടിട്ട് കൊടുത്തു. ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുക. ഇഷ്ടമായി ലൈക്ക്. ഓക്കെ ബൈ.